കേട്ടിട്ടുണ്ടോ? പത്രക്കെട്ടു പഴക്കെട്ട്, പത്രക്കെട്ടു പഴക്കെട്ട്, വെള്ളക്കെട്ട് വെടിക്കെട്ട്, പഞ്ഞിക്കെട്ടു പടക്കെട്ട്, അണക്കെട്ട്, അണക്കെട്ട്, നൂലുകെട്ട്, നാലുകെട്ട്, താലുകെട്ട്, കെട്ടുകളനവധി എന്തെന്നാൽ സൂക്ഷിക്കേണ്ടൊരു കെട്ടേത്. പല കൂട്ടുകെട്ട്, കൂട്ടുകെട്ട്, ശാശ്വതമായൊരു കെട്ടേത് എന്ന് പറഞ്ഞാൽ നശിക്കാത്ത കെട്ടേത്, ശാശ്വതമായൊരു കെട്ടേത്, ശാശ്വതമായൊരു കെട്ടേത്. പുസ്തകവുമായുള്ള കൂട്ടുകെട്ട്, പുസ്തകവുമായുള്ള കൂട്ടുകെട്ട്, ഒരിക്കലും നശിക്കാത്ത കെട്ട്, പുസ്തകവുമായുള്ള കൂട്ടുകെട്ട്. ഉറക്കെ പാടണം. ഒരിക്കലും നശിക്കാത്ത കെട്ട്, പുസ്തകവുമായുള്ള കൂട്ടുകെട്ട്. ഇതൊരു കഥ പറയാം, ഒരു കുഞ്ഞു കഥയാണ്. ഒരിക്കൽ കാറ്റ് വന്ന് കുഞ്ഞു പൂവിനോട് ചോദിച്ചു, പൂവേ നീ എന്റെ കൂടെ വരുന്നു? പൂ പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല. കാറ്റ് പറഞ്ഞു, നിന്നെ കാഴ്ചകൾ കാണിക്കാം, ഒരുപാട് സ്ഥലങ്ങൾ തിരക്കിയ കാണിച്ചു തരാം, ഇതൊരു പിക്നിക്കാണ്, ഒരു പൈസ തരണ്ട, നീ എന്റെ കൂടെ വരും. കുഞ്ഞു പൂവ് പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല. പിന്നെ കാറ്റ് പറഞ്ഞു, നീ വന്നാൽ നിന്നെ ഞാൻ ഒരുപാട് കാഴ്ചകൾ കാണിക്കാം, നീ കാണാത്ത കാഴ്ചകൾ ധാരാളം കൊണ്ട് വരൂ. പൂവ് പറഞ്ഞു, ഞാൻ വരുന്നില്ല. കാറ്റ് ചോദിച്ചു, പൂവേ നീ എന്തുകൊണ്ടാണ് വരുന്നില്ല എന്ന് പറഞ്ഞത്? അപ്പോൾ പൂ പറഞ്ഞു, ഞാൻ പൂത്തു നിൽക്കുന്നത് അമ്മച്ചെടിയിലാണ്, അമ്മച്ചെടിയിലാണ് ഞാൻ പൂത്തു നിൽക്കുന്നത്. ഈ ചെടിയെ വിട്ട് ഞാൻ എങ്ങും വരില്ല. എന്നെ രക്ഷിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന, എനിക്ക് മൊട്ട് നൽകി ഒരു പുഷ്പമായി വിടർത്തിയ, സുഗന്ധം നൽകിയ ഈ അമ്മച്ചെടിയെ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല, നീ പൊയ്ക്കോളൂ എന്ന് കാറ്റിനോട് പറഞ്ഞു. കാറ്റ് പറഞ്ഞു, ഞാൻ പോകാം, പക്ഷേ നീ നിന്റെ സുഗന്ധം തരുമോ? പൂ പറഞ്ഞു, ശരി, എന്റെ മണം എടുത്തുകൊണ്ട് നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു.